നമ്മൾ നിസ്കരിക്കുന്ന റൂമിൽ ചെറിയ മക്കൾ വന്നാൽ ആ മക്കളെ വരുമ്പോ നമ്മൾ എന്ത് ചെയ്യും? അവൻ അങ്ങോട്ടാക്കിയിട്ട് നമ്മൾ വാതിലടിച്ചിട്ട് ചില ഉമ്മമാരൊക്കെ നിസ്കരിക്കുന്നത് കാണാം. വേണ്ട ഉമ്മ, ആ മക്കളെ നിങ്ങളെ നിസ്കാരം കണ്ട് പഠിക്കട്ടെ. ആ മക്കൾക്ക് നിങ്ങൾ പ്രാക്ടിക്കലിലൂടെ നിസ്കാരത്തെ കുറിച്ച് മനസ്സിൽ ഒന്ന് കൊത്തിവെക്കുകയാണ്. ആ മക്കൾക്ക് തോന്നാണ് എന്റെ ഉമ്മയും ബാപ്പയും രാവിലെ എഴുന്നേറ്റ് സുബഹി നിസ്കരിക്കുന്നു. കുഞ്ഞിക്ക് സുബഹിയേത് ളുഹറേത് അതിന്റെ എണ്ണം എന്ത്, റക്അത്തേത്, ഫർള് എന്ത്, സുന്നത്തെന്തൊന്നും അറിയാത്ത പ്രായമാണ്. എന്നാലും ആ കുഞ്ഞിന്റെ കൽബിൽ തോന്നുകയാണ് ആ കുഞ്ഞു ഉമ്മ നിസ്കരിക്കുന്ന അടുത്ത് വന്നിട്ട് കുഞ്ഞും അതുപോലെ ഇങ്ങനെ കാണിക്കുകയാണ്. കൈ കെട്ടാനൊന്നും അറിയില്ല, ഒളു എടുത്തിട്ടില്ല, ചിലപ്പോൾ ഔറത്ത് പോലും മറച്ചിട്ടുണ്ടാകൂല. പമ്പേഴ്സ് ശുദ്ധിയുണ്ട് എന്ന് ഉറപ്പ് വരുത്തണം. ആ പമ്പേഴ്സിന്റെ ഉള്ളിൽ നജസില്ല എന്ന് ഉറപ്പ് വരുത്തണം. ആ നജസോട് കൂടെയാണ് നിസ്കരിക്കുന്ന പായയിൽ ഒരു കുഞ്ഞുമോ നിന്നതെങ്കിൽ അവരെ നിസ്കാരം ബാത്തിലാകാനത് കാരണമാണ്. ആ കുഞ്ഞ് അതേ നല്ല വൃത്തിയുള്ള പമ്പേഴ്സാണ്, അതിൽ നജസ് ഇല്ല എന്ന് ഉറപ്പ് വരുത്തിയിട്ട് ഒരു കുഞ്ഞെങ്ങാനും വന്ന് നമ്മളെ പിടിച്ചതുകൊണ്ട് നമ്മുടെ നിസ്കാരത്തിനെ ബാധിക്കൂല.